എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം. സഭാപ്രസംഗി 9:8. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? എല്ലായ്പ്പോഴും ജീവിതം വിശുദ്ധമായിരിക്കട്ടെ, എല്ലായ്പ്പോഴും ആത്മനിറവിൽ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ നിറവിലായിരിക്കട്ടെ എന്നതാണ്. വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. വിശേഷ വസ്ത്രം, വില കൂടിയ വസ്ത്രം, നിലവാരമില്ലാത്ത വസ്ത്രം, കീറിപ്പറിഞ്ഞ വസ്ത്രം, ലളിതമായ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം, ഇവയൊക്കെ ധരിക്കുന്ന ആളിൻ്റെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, വളരെ സൂക്ഷ്മതയോടെ പരിപാലിച്ചില്ലെങ്കിൽ വേഗം മുഷിഞ്ഞു പോകും. അസാരം ചെളി പുരണ്ടാലും അത് വളരെ പ്രകടമാണ്. ഇവിടെ ശലോമോൻ പറയുന്നത്, വളരെ ശ്രദ്ധയോടുകൂടെ നിന്റെ ജീവിതമാകുന്ന വസ്ത്രത്തെ കാത്തു സൂക്ഷിക്കുക എന്നാണ്. വെള്ള വസ്ത്രത്തെക്കുറിച്ച് തിരുവചനത്തിലെ വാക്യങ്ങൾ നോക്കുമ്പോൾ, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. അതായത് വെള്ള ധരിക്കുന്നവർ യോഗ്യന്മാരാണ് എന്നതാണ് അടയാളം. ജയിച്ചവർക്ക് നൽകുന്ന വരവേൽപ്പിൽ വെള്ള വസ്ത്രം ധരിക്കപ്പെട്ടിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അങ്ങനെയുള്ളവർ ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ്. വിശുദ്ധി ദൈവത്തിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. സാത്താനിൽ നിന്ന് പല കള്ള നാണയങ്ങൾ വന്നാലും വിശുദ്ധി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരത്തില്ല. കർത്താവിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച അങ്കി ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വസ്ത്രം വെണ്മയാകുകയുള്ളൂ. നമ്മുടെ നീതിപ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ എന്ന് നമ്മൾ വായിക്കുന്നു. 24 മൂപ്പന്മാരും ധരിച്ചിരിക്കുന്നത് വെള്ള നിലയങ്കിയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. സ്വർഗത്തിൽ എണ്ണിക്കൂടാത്ത പുരുഷാരം ധരിച്ചിരിക്കുന്നത് വെള്ള നിലയങ്കിയാണ്. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ ജീവിതവും പ്രവൃത്തികളാകുന്ന വസ്ത്രവുമാണ്. അവ എന്നും വെണ്മയായും പരിശുദ്ധമായും സൂക്ഷിക്കണം. പ്രവൃത്തികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വചനത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. യാക്കോബ് 2-ൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്താൽ ഒരുവൻ രക്ഷ പ്രാപിക്കുകയില്ല. ആ വിശ്വാസം സ്വതവേ നിർജീവമാണ്, അത് നിഷ്ഫലമാണ്. പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ച് പൂർണ്ണമാകുന്നു. വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാലും കൂടെയാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് യാക്കോബ് പ്രത്യേകം എടുത്തു പറയുന്നു. ഒരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നുവെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് സഭയെ ഓർമ്മിപ്പിക്കുന്നു. അതുമാത്രമല്ല, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യത്തിൽ അവിടെ വിശദമായി ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രത്യാശ സഫലമാകുകയുള്ളൂ. എണ്ണ കുറയാതെ ഇരിക്കുന്ന ജീവിതം, എപ്പോഴും ഒരു നിറവിൽ ജീവിക്കുക, ആരെയും ബോധ്യപ്പെടുത്താനോ അമാനുഷിക കാര്യങ്ങൾ സാധിച്ചെടുക്കാനോ അല്ല, കൃപയിൽ തന്നെ എപ്പോഴുമായിരിക്കുക. ദൈവവുമായുള്ള നിരന്തര സമ്പർക്കം
എപ്പോഴും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അനുഭവമാണ്. സമാധാനം കൊണ്ട് നിറയുന്ന അനുഭവമാണ്. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഓർമ്മിപ്പിക്കുന്നു. അഭിഷേകം ചെയ്യുന്നവൻ നല്ല ഇടയനാണ്. താൻ വേർതിരിച്ച തൻ്റെ ആടുകളെയാണ് പിൻപേ പോകാൻ അവിടുന്ന് ക്ഷണിക്കുന്നത്. തൻ്റെ ആടുകളെ താൻ നടത്തുമ്പോൾ അവയ്ക്ക് സമാധാനവും കുളിർമയും സ്വസ്ഥതയും ഒക്കെയുണ്ട്. അവയുടെ എല്ലാ കുറവും പരിഹരിക്കുന്ന നല്ല ഇടയൻ അവയെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകം ലഭിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ് വർദ്ധിക്കുന്നത്, നിറഞ്ഞു കവിയുന്ന അനുഭവം വരുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നന്മയും കരുണയും നമ്മെ വിടാതെ പിന്തുടരുകയുള്ളൂ. അഭിഷേകം ഉറപ്പിക്കുന്നുവെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അഭിഷേകം ചെയ്യുമ്പോൾ ഒരു മുദ്ര നമ്മുടെ ഉള്ളിൽ തരികയാണ്. ഒരു നിയമം ഉറപ്പിക്കുന്നത് അത് മുദ്ര വെച്ച് പ്രസിദ്ധപ്പെടുത്തുമ്പോഴാണ്. തീരുമാനങ്ങളും പ്രവൃത്തികളും ഒന്നും മുദ്രയുള്ള ഉത്തരവില്ലാതെ പ്രാബല്യത്തിലാകുകയില്ല. അഭിഷേകം നമ്മുടെ ഉള്ളിൽ നാം ആരാണെന്നുള്ള ബോധ്യം തരുന്നു. ദുഷ്ടന് നമ്മുടെ മേൽ ഒരു കാര്യവുമില്ല എന്നും ഉറപ്പിക്കുന്നു. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ അഭിഷേകം അത്യാവശ്യമാണ്. 18-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. കർത്താവിൻ്റെ ദയ മേഘങ്ങളോളം വലുതാണ്, തലമുറ തലമുറയായിട്ടുള്ളതാണ്, മാറ്റമില്ലാത്തതാണ്, ദിനം തോറും പുതുക്കപ്പെടുന്നതാണ്. അത് നമ്മുടെ ദൈവം കലവറയില്ലാതെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മേൽ ചൊരിയുന്നു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, 105-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവിടുന്ന് വേലി കെട്ടി സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് സുരക്ഷിതരായിരിക്കുന്നത്. തിന്മയുടെ ശക്തിയും അവൻ്റെ സൈന്യവും ഏറ്റവും ശത്രുത അഭിഷിക്തന്മാരോടാണ്. അവർ മുഖാന്തരം അവൻ്റെ രാജ്യത്തിന് കോട്ടമുണ്ടാകും. എന്നാൽ തുടരുതെന്ന് സർവശക്തൻ കൽപ്പന കൊടുത്താൽ പിന്നെ അവൻ്റെ സർവസന്നാഹവും അഭിഷിക്തൻ്റെ മുൻപിൽ നിഷ്പ്രഭവും ശക്തിഹീനവുമാണ്. തൻ്റെ അഭിഷിക്തന്മാരെ രക്ഷിക്കുന്ന ദൈവം. പാപം മൂലമാണ് അഭിഷേകം ചോർന്നു പോകുന്നത്. ദൈവമാണ് നമ്മെ സൂക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും. എങ്കിലും ദൈവം നമുക്ക് സ്വതന്ത്ര ബുദ്ധി തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃപയിൽ നിന്ന് അന്യപ്പെടാതെയും അഭിഷേകം നഷ്ടപ്പെടാതെയും നമ്മെ തന്നെ സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ അഭിഷേകം അല്ലെങ്കിൽ വേർതിരിവ് സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. പാപം ചെയ്താൽ ചോർന്നു പോകും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ അത് വിട്ടുപോകും. ജ്വലിപ്പിച്ചില്ലെങ്കിൽ കെട്ടുപോകുന്ന അഗ്നി പോലെയാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത. ശൗലിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു, ശിംശോൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ലോകത്തിന്മേൽ വ്യാപരിച്ച ദൈവകൃപ, ലോത്തിൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടു. ഗേഹസിയെ നമ്മൾ വായിക്കുമ്പോൾ അകൃപയെ അഗണ്യമാക്കിയ മനുഷ്യനാണ്. അങ്ങനെ എത്ര വ്യക്തികൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷാ ജീവിതം അത് ചോർന്നു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ വിശുദ്ധിയിലും നിറവിലും കാത്തു സൂക്ഷിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും ഊർജവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിപ്പാനുള്ള കൃപ നൽകണമേ. അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്ന വലിയ തിരിച്ചറിവോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ എത്ര നിന്നാലും ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളാരും സ്വതവേ നിന്നു എന്നല്ല, കർത്താവ് ഞങ്ങളെ നിർത്തുന്നു എന്ന ബോധ്യത്തോടെ അവിടുത്തെ സന്നിധി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവ് കൊടുത്ത നന്മകളെ ഓർത്ത്
അതിനെ മുറുകെ പറ്റി പുതിയ വർഷത്തിൽ പ്രതീക്ഷയോടെ നിലനിന്ന് ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരുണയും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.